ഹലോ, ഇത് ഞാൻ കുറേ മുന്നേൽ ചെയ്തൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഗാലറിയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതൊരു റെസീനാട്ടാണ്, പ്രിസർവ് ചെയ്ത് റെസീനാട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് പുള്ളിക്കാരത്തിയുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫ്ലവർ ആയിരുന്നു. അത് ഡ്രൈ ആക്കിയിട്ട് പ്രിസർവ് ചെയ്യാനാണ് പറഞ്ഞത് റെസീനിൽ. അപ്പോൾ ഞാനിവിടെ 2:1 റെസീൻ എടുത്തിട്ടുണ്ട്. അത് ആ ഒരു റേഷ്യോയിൽ നമുക്ക് വേണ്ട അളവിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഭാഗം ഞാൻ ആദ്യം മാറ്റി വെക്കുന്നുണ്ട്, റെസിന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ പേൾ വൈറ്റിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് നമുക്ക് എത്രയാണോ വേണ്ടത് ആ ആവശ്യത്തിന് അളവിൽ അതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്പ്രേ ചെയ്യുന്നുണ്ട്. ബബിൾ റിമൂവിങ് സ്പ്രേ ആണ്. അപ്പോൾ അത് ഈ മോൾഡിന് അടിച്ചതിന് ശേഷം പകുതി ഭാഗത്ത് ഞാൻ വൈറ്റ് മിക്സ് ചെയ്ത്, അതായത് ഒരു സിൽവർ ടച്ച് വരും അതിന്. അപ്പോൾ അത് മിക്സ് ചെയ്ത് റെസീന് പകുതി ഭാഗത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ബാക്കി ക്ലിയർ റെസീന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ വെച്ചാലും മതി. അത് അതിൻ്റെ ടൈം ആകുമ്പോൾ അതിങ്ങനെ മെല്ലെ മെല്ലെ സ്പ്രെഡായിട്ട് ജോയിൻ ആയിക്കോളും. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നത് ഈ നമ്മൾ ഡ്രൈ ചെയ്ത ഫ്ലവർ പെറ്റൽസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേൾസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ ലീഫ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ നെയിമിൻ്റെ ലെറ്റർ ഞാനിങ്ങനെ സ്റ്റിക്കർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് അതും അവർ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടുള്ള സ്റ്റിക്കർ അതിനും അതും ഒട്ടിച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി പേൾസൊക്കെ ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള റെസീന് ക്ലിയർ റെസീന് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് സെറ്റാവാൻ വെക്കണം. അപ്പോൾ ഈ പെറ്റൽസ് എല്ലാം നന്നായിട്ട് ഇതിലേക്ക് തന്നെ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് തന്നെ ഉണ്ടാവണം, ഒന്ന് മുങ്ങിയിട്ടുണ്ടാവണം. അപ്പോൾ ഇത് ഒരു 1 ഡേ കഴിയുമ്പോൾ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്